വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അറേയുടെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള അറേയുടെ കൺസെപ്റ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രിങ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ അറേയാണ്. അപ്പോൾ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതൊരു കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ സ്റ്റോർ ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് സ്ലൈഡിലോട്ട് കടക്കാം. സ്ട്രിങ്സ് ഇൻ സി. സ്ട്രിങ്സ് ആർ അതർവൈസ് കോൾഡ് ക്യാരക്ടർ അറേസ്. നമ്മൾ അറേ എന്താണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി ലൊക്കേഷനിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് അറേസ്, അതായത് ഒരേ ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ക്യാരക്ടറിൻ്റെ ഒരു അറേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെമ്മറി ലൊക്കേഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ മെമ്മറി ലൊക്കേഷനിലും ക്യാരക്ടേഴ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് ക്യാരക്ടർ അറേ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ഡിക്ലറേഷന് ക്യാർ സ്ട്രിങ് 1 ഓഫ് തന്നെ ഒരു എം ടി സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ഇതാണ് ക്യാരക്ടർ അറേ. അറേയുടെ പേര് സ്ട്രിങ് 1 എന്നാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നുള്ള ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ്ങിനെ നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ടിനുള്ളിലാണ് നോർമലി റെപ്രസെൻറ്റ് ചെയ്യുക. അതിനകത്ത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അതായത് FIRST. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ക്യാരക്ടർ അറേ. എപ്പോഴും ഒരു ക്യാരക്ടർ അറേ എൻഡ് ചെയ്യൽ ഒരു /0 എന്നുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ആ ഒരു ക്യാരക്ടർ അറേ എൻഡായി എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ആ അറേ അവിടെ ഇനി അവിടുന്ന് അങ്ങോട്ട് ആ അറേയുടെ ഭാഗമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ്. നൾ ക്യാരക്ടർ എന്നും പറയും അതിനെ. അപ്പോൾ ഈ നൾ ക്യാരക്ടർ വെച്ചിട്ടാണ് ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സ്ട്രിങ് 1 എന്നുള്ള ക്യാരക്ടർ അറേയിൽ ഫസ്റ്റ് എന്നുള്ള ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഒരു /0 എന്നുള്ള ഒരു നൾ ക്യാരക്ടറും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അത് കമ്പൈലർ ചെയ്യുന്നതാണ്, നിങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 5 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു അറേ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 ലൊക്കേഷൻസ് എങ്കിലും വേണ്ടി വരും. കാരണം ലാസ്റ്റ് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനൊരു /0 എന്നുള്ള ക്യാരക്ടർ ഒരു മെമ്മറി ലൊക്കേഷനും വേണ്ടി വരും. വി ക്യാൻ ആക്സസ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് യൂസിങ് ദ ഇൻഡെക്സ് ഓപ്പറേറ്റർ. നമ്മൾ നേരത്തെ ഇൻറ്റിജർ അറേയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇൻഡെക്സ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രിങ് 1 ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ S ആണ് ക്യാരക്ടർ. അതായത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക, 0 1 2 3. ഇപ്പോൾ തേർഡ് ഇൻഡെക്സിൽ S എന്നുള്ള ക്യാരക്ടറാണുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ റീഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോർ ലൂപ്പ് എഴുതേണ്ട ആവശ്യമില്ല, പകരം %S കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ ഇൻറ്റിജർ അറേയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യാൻ നിങ്ങളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് %S യൂസ് ചെയ്തിട്ട് അറ്റ് എ ടൈം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്ട്രിങ് 1 എന്നുള്ള വേരിയബിൾ മെമ്മറി ഈ ലൊക്കേഷനിലോട്ടാണ്, അല്ലെങ്കിൽ ഈ പേരുള്ള അറേ ലൊക്കേഷനിലോട്ടാണ് സ്ട്രിങ് റീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാർ ഒരു S എന്ന പേരിലുള്ളൊരു അറേ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് ഉണ്ട് തരിക. ഹലോ എന്ന പേരുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. നിങ്ങളെപ്പോഴും സ്ട്രിങ്ങിന് ഡബിൾ കോട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെമ്മറി മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും മെമ്മറി ലൊക്കേഷനിൽ ഉണ്ടാവുക. അതായത് HELLO ഒരു /N ഉണ്ടായിരിക്കും ലാസ്റ്റ്. ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ സിംഗിൾ കോട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതെല്ലാം ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൽ 0th ഇൻഡെക്സിൽ H ഉണ്ടാകും, ഫസ്റ്റ് ഇൻഡെക്സിൽ E ഉണ്ടാകും, സെക്കൻഡ് ഇൻഡെക്സിൽ ഫസ്റ്റ് L ഉണ്ടാകും, തേർഡ് ഇൻഡെക്സിൽ നെക്സ്റ്റ് L ഉണ്ടാകും, ഫോർത്ത് ഇൻഡെക്സിൽ O എന്നുള്ള ക്യാരക്ടർ ഉണ്ടാകും, ദെൻ ഫിഫ്ത്ത് ഇൻഡെക്സിൽ /0 ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ /0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടർ അറേ എൻഡായി എന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിനെ പറയുന്ന പേരാണ് നൾ ക്യാരക്ടർ. ഈ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ് S. അപ്പോൾ നിങ്ങൾക്കൊരു ഇതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ
പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഒരു സിംഗിൾ ക്യാരക്ടറാണ് പ്രിൻറ്റ് ചെയ്യണതെങ്കിൽ നിങ്ങൾ %c കൊടുത്താൽ മതി, കോമ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്യാരക്ടർ ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ആരുടെ പേര് എസ് ആണ് ആരുടെ പേര്, നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ആ ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 4 പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് S(4) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് S(4) എന്ന് പറഞ്ഞാൽ O ആണ്. അപ്പോൾ O ആയിരിക്കും അത് ഔട്ട്പുട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു സ്ട്രിങ് ഒന്നിച്ച് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കാനപ്പ് ചെയ്ത പോലെ തന്നെ പ്രിൻ്റ് ഇവിടെ %s കൊടുത്താൽ മതി. %s ദെൻ ആ സ്ട്രിങ്ങിൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ %s എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. %c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇവിടെ ഈ എസ്സും രണ്ടും ഡിഫറെൻ്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അറയുടെ പേരാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് സ്ട്രിങ് യൂസ് ചെയ്തിട്ടുള്ള. ഇതിനകത്ത് നമ്മൾ ഒരു സ്ട്രിങ് ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്, ഒരു സ്ട്രിങ് റീഡ് ചെയ്യുന്നുണ്ട്. സ്കാനഫ് %s യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്യുന്നത്. വേരിയബിൾ നെയിം ഈസ് string 1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്കാനഫിന് ആമ്പർസാൻഡ് കൊടുക്കില്ല. %s ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമ്പർസാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് അറയുടെ മെമ്മറി അഡ്രസ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു അറയുടെ പേര് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിൻ്റെ അഡ്രസ്സാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. പോയിൻ്ററിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി ആ സ്ട്രിങ് എന്താണെന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. string 1 ഈസ് %s ഉണ്ട്, അവിടെ എസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കോമ നിങ്ങൾ ഒരു അറയുടെ പേര് പറഞ്ഞു കൊടുക്കുക. ഓർ യു ക്യാൻ പ്രിൻറ്റ് യൂസിങ് എ ലൂപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ 0 മുതൽ ഏതുവരെയാണ് പോകുന്നത്, str1 ഓഫ് i നോട്ട് ഈക്വൽ ടു /0. അപ്പോൾ നോട്ട് ഈക്വൽ ടു /0 പറഞ്ഞാൽ എൻഡ് ക്യാരക്ടർ എത്തിയിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. എൻഡ് ക്യാരക്ടർ എത്തിക്കഴിഞ്ഞാൽ അത് ഈക്വൽ ടു /0 ആയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ ഈ ലൂപ്പ് പിന്നെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണൊരു സാമ്പിൾ പ്രോഗ്രാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അതായത് സി പ്രോഗ്രാമിനകത്ത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ strlen, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടാൻ strlen എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് സൈസ് എന്നുള്ളൊരു വേരിയബിൾ നമുക്കുണ്ട്. ദെൻ ക്യാരക്ടർ str ഓഫ് 20 എന്നൊരു ക്യാരക്ടർ അറേയുമുണ്ട്. ദെൻ സൈസ് ഈക്വൽ ടു strlen ഓഫ് ദിസ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് ആണ് കിട്ടുക. ഇവിടെ 20 ആണ്, ഇത് സൈസിനകത്തോട്ട് വരിക, 20 എന്നുള്ള വാല്യൂ ആണ് വരിക. ദെൻ strcat ഉണ്ട്, കോൺകാറ്റിനേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ സെക്കൻഡ് സ്ട്രിങ് കൊണ്ട് അപ്പൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്. സോ ഇറ്റ് കോൺകാറ്റിനേറ്റ്സ് str2 വിത്ത് str1. ഫോർ എക്സാമ്പിൾ str1നകത്ത് ഹലോ എന്നുണ്ട്, str2നകത്ത് വേൾഡും ഉണ്ടെന്ന് കരുതുക. സോ strcat ഓഫ് str1, str2 എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് ആയിരിക്കും str1നകത്ത് സ്റ്റോർ ചെയ്യുക. ദെൻ strncat ഉണ്ട്, n നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. അതായത് ഇറ്റ് കോൺകാറ്റിനേറ്റ്സ് ഫസ്റ്റ് n ക്യാരക്ടേഴ്സ് ഓഫ് str2 വിത്ത് str1. അപ്പം നിങ്ങൾക്ക് str1, str2, 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ str2നകത്തുള്ള ഫസ്റ്റ് 5 ക്യാരക്ടേഴ്സ് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, str1ൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യും അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യും. അതിനാണ് strncat ഉപയോഗിക്കുക. അതുപോലെ തന്നെ strcpy ഉണ്ട്, strncpy ഉണ്ട്. അതായത് strcpy യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ strcpy ഡെസ്റ്റിനേഷൻ സ്ട്രിങ് പറഞ്ഞു കൊടുക്കുക, സോഴ്സ് സ്ട്രിങ്ങും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ സോഴ്സ് സ്ട്രിങ്ങിനകത്ത് ഒരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഹലോ എന്നുള്ള സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ ഹലോ എന്നുള്ള സ്ട്രിങ് ഡെസ്റ്റിനേഷനിലോട്ട് കോപ്പി ചെയ്യും. അതുപോലെ തന്നെ n നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ദി സോഴ്സ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ strcmp ഉണ്ട്, കമ്പാരിസണിന് വേണ്ടിയിട്ട് രണ്ട് സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാൻ, അത് ഈക്വൽ ആണോ അല്ലെന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് strcmp യൂസ് ചെയ്യാം. സോ strcmp ഓഫ് str1, str2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് str1നകത്ത് abcd ഉണ്ടെന്ന് കരുതുക, abc, s1നകത്ത് abc ഉണ്ടെന്ന് കരുതുക, ഇത് ഡബിൾ കോട്ടാണ് സ്ട്രിങ് ആകുമ്പോൾ. s2നകത്ത് നമുക്ക് asd ഉണ്ടെന്ന് കരുതുക, asd. അപ്പോൾ ഇവിടെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക.
അതായത് ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായ ആസ്കി വാല്യൂസ് ഉണ്ട്. ആ ആസ്കി വാല്യൂ പറഞ്ഞാൽ ഒരു നമ്പറാണ്. ആ നമ്പറാണ് കമ്പയർ ചെയ്യുക. അതായത് സ്മോൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ 97 ആണ്. സോ 97 ഈക്വൽ ടു 97 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. 97 ഈക്വൽ ടു 97 ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യും. ഡിയും ബിയും എസും തമ്മിൽ കമ്പയർ ചെയ്യും. സ്മോൾ ലെറ്റർ ബിയുടേത് 98 ആണ്. അതായത് എയുടേത് 97, ബിയുടേത് 98, സിയുടേത് 99. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ ബിയും എസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബിയുടെ വാല്യൂ ചെറുതാണ്, എസിൻ്റെ വാല്യൂ വലുതാണ്, ആസ്കി വാല്യൂ. അപ്പോൾ അവിടെ കമ്പാരിസണിൽ വാല്യൂ ഡിഫറൻസ് വന്നു. അപ്പോൾ ഇവിടെ strcmp ഫംഗ്ഷൻ ഒന്നെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. അവിടെ രണ്ട് സ്ട്രിങ് തമ്മിൽ ആസ്കി വാല്യൂസിൻ്റെ ഡിഫറൻസ് ആണ് കാണുക. അപ്പോൾ 0 റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിന് മീനിങ് എന്താണ്? അത് രണ്ടും ഈക്വൽ ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഈഫ് ലോജിക്ക് യൂസ് ചെയ്തിട്ട് രണ്ട് സ്ട്രിങ് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫസ്റ്റ് n ക്യാരക്ടേഴ്സ് ഓഫ് str2 കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, str1 ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 3 എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.